അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫിയ്യ ദർസ് 4. അൽഫിയ്യയിലെ 4-ാം ബൈത്ത് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تقرب الأقصى بلفظ موجز وتبسط البذل بوعد منجز. തുഖർരിബു അത് അടുപ്പിക്കും. ഈ അൽഫിയ്യ അടുപ്പിക്കും. അൽ അഖ്സാ അകന്ന വിഷയങ്ങളെ, ബിലഫ്ലിൻ വാക്യം കൊണ്ട്, വാചകം കൊണ്ട്, മൂജസിൻ ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ, തുഖർരിബുൽ അഖ്സാ ബിലഫ്ലിൻ മൂജസിൻ. ഈ അൽഫിയ്യ ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ വാചകം കൊണ്ട് കൂടുതൽ അകന്ന വിഷയങ്ങളെ മനസ്സിലേക്കു അടുപ്പിക്കും. വതബ്സുതു അത് വിശാലമാക്കുകയും ചെയ്യും. അൽ ബദ്ല ദാനത്തെ, ബിവഅദിൻ വാഗ്ദാനം കൊണ്ട്, മുൻജസിൻ നിറവേറ്റപ്പെടുന്ന, വതബ്സുതുൽ ബദ്ല ബിവഅദിൻ മുൻജസിൻ. ഈ അൽഫിയ്യ നിറവേറ്റപ്പെടുന്ന വാഗ്ദാനം കൊണ്ട് ദാനത്തെ വിശാലമാക്കുകയും ചെയ്യും. ഇനി തർക്കീബ് പറയാം. ഓരോന്നിൻ്റെയും അർത്ഥം പറഞ്ഞുകൊണ്ടാണ് തർക്കീബ് പറയുന്നത്. അർത്ഥവും തർക്കീബും ബന്ധിപ്പിക്കണം. തുഖർരിബു അത് അടുപ്പിക്കും. തുഖർരിബു ഫിഅ്ലുൻ മുളാരിഉൻ, മുളാരിആയ ഫിഅ്ലാണ്. വഫാഇലുഹു ളമീറുൻ മുസ്തതിറുൻ ഫീഹി ജവാസൻ. വഫാഇലുഹു ഇതിലെ കർത്താവ്, ളമീറുൻ മുസ്തതിറുൻ ഫീഹി ഇതിൽ മറഞ്ഞ സർവനാമമാണ്. ജവാസൻ അനുവദനീയമായ അവസ്ഥയിൽ, അനുവദനീയമായ അവസ്ഥയിൽ മറഞ്ഞ. തഖ്ദീറുഹു ഇതിൻ്റെ സങ്കല്പം ഹിയ, ഹിയ എന്നാണ്. തുഖർരിബു എന്ന മുളാരിആയ ഫിഅലിലെ ളമീർ ഹിയ എന്നാണ്. യഊദു അത് മടങ്ങുന്നു. തുഖർരിബു എന്നതിലെ ഹിയ എന്ന ളമീർ മടങ്ങുന്നു. ഇലാ അൽഫിയ്യത്തിൻ
അൽഫിയത്തിൻ എന്നതിലേക്ക് മൂന്നാം ബൈത്തിലെ വഅസ്തഈനുല്ലാഹ ഫീ അൽഫിയ എന്നതിലെ അൽഫിയത്തിൻ എന്നതിലേക്കാണ് തുഖർരിബു എന്നതിലെ ഹിയ എന്ന ലമീർ മടങ്ങുന്നത്. അൽ അഖ്സ അകന്ന വിഷയങ്ങളെ, അൽ അഖ്സ മഫ്ഊലുൻ ബിഹി ലിതുഖർരിബു. തുഖർരിബു എന്നതിൻ്റെ മഫ്ഊലുൻ ബിഹിയാണ് അൽ അഖ്സ എന്നത്. ബിലഫ്ലിൻ വാക്യം കൊണ്ട്, വാചകം കൊണ്ട്. ലഫ്ല് എന്നതിന് പദം എന്ന് അർത്ഥമുണ്ട്. ഇവിടെ ബിലഫ്ലിൻ വാക്യം കൊണ്ട് എന്നാണ് ഉദ്ദേശ്യം. ബിലഫ്ലിൻ ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിതുഖർരിബു. ബിലഫ്ലിൻ എന്നത് തുഖർരിബു എന്ന മുളാരി ആയ ഫിഅലിനോട് ബന്ധിച്ചതാണ്. ബിലഫ്ലിൻ വാക്യം കൊണ്ട്, വാക്യം കൊണ്ട് ഈ അൽഫിയ അടുപ്പിക്കും. മൂജസിൻ ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ. മൂജസിൻ നഅ്തുൻ ലിലഫ്ലിൻ. ബിലഫ്ലിൻ എന്നതിലെ ലഫ്ലിൻ എന്നതിൻ്റെ നഅത്താണ് മൂജസിൻ എന്നത്. ലഫ്ലിൻ എന്നതിൻ്റെ സിഫത്താണ് മൂജസിൻ എന്നത്. ലഫ്ലിൻ എന്ന മൗസൂഫിന് ജറായതുകൊണ്ട് മൂജസിൻ എന്ന സിഫത്തിനും ജറു കൊടുത്തു. വതബ്സുതു അത് വിശാലമാക്കുകയും ചെയ്യും. വതബ്സുതു അൽ വാവു വാവ്. വതബ്സുതു എന്നതിലെ വാവ് ഹർഫു അത്ഫിൻ, അത്ഫിന്റെ ഹർഫാണ്. തബ്സുതു ഫിഅലുൻ മുളാരിഉൻ മുളാരിആയ ഫിഅലാണ്. വഫാഇലുഹു ലമീറുൻ മുസ്തതിറുൻ ഫീഹി ജവാസൻ. വഫാഇലുഹു ഇതിലെ ഫാഇൽ ലമീറുൻ മുസ്തതിറുൻ ഫീഹി ഇതിൽ മറഞ്ഞ സർവനാമമാണ്. ജവാസൻ അനുവദനീയമായ നിലയിൽ, അനുവദനീയമായ നിലയിൽ മറഞ്ഞ സർവനാമമാണ്. തഖ്ദീറുഹു ഇതിന്റെ സങ്കല്പം ഹിയ, ഹിയ എന്നാണ്. യഊദു ഇത് മടങ്ങുന്നു. തബ്സുതു എന്നതിലെ ഹിയ എന്ന ലമീർ മടങ്ങുന്നു ഇല അൽഫിയത്തിൻ, അൽഫിയത്തിൻ എന്നതിലേക്ക് ഐളൻ വീണ്ടും. തുഖർരിബു എന്നതിലെ ഹിയ എന്ന ലമീർ അൽഫിയത്തിൻ എന്നതിലേക്ക് മടങ്ങിയതുപോലെ തബ്സുതു എന്നതിലെ ഹിയ എന്ന ലമീറും അൽഫിയത്തിൻ എന്നതിലേക്ക് മടങ്ങുന്നു. അൽ ബദ്ല ദാനത്തെ, അൽ ബദ്ല മഫ്ഊലുൻ ബിഹി ലി തബ്സുതു. തബ്സുതു എന്നതിനിക്കുള്ള മഫ്ഊലുൻ ബിഹിയാണ് അൽ ബദ്ല എന്നത്. അതുകൊണ്ടാണ് അൽ ബദ്ല എന്ന് നസ്ബ് കൊടുത്തു വായിക്കുന്നത്. തബ്സുതു എന്ന ആമിൽ അൽ ബദ്ല എന്ന മഫ്ഊലിനെ നസ്ബ് കൊടുത്തു. തുഖർരിബു എന്ന ആമിൽ അൽ അഖ്സ എന്ന മഫ്ഊലുൻ ബിഹിക്ക് നസ്ബ് കൊടുത്തു. ബിവഅദിൻ വാഗ്ദാനം കൊണ്ട്.
ബിവഅദിൻ ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിതബ്സുതു. ബിവഅദിൻ എന്നത് തബ്സുതു എന്നതിനോട് ബന്ധിച്ചതാണ്. മുൻജസിൻ നിറവേറ്റപ്പെടുന്ന, മുൻജസിൻ നഅത്തുൻ ലിവഅദിൻ. ബിവഅദിൻ എന്നതിലെ വഅദിൻ എന്നതിനുള്ള നഅത്താണ്, സിഫത്താണ് മുൻജസിൻ എന്നത്. വഅദിൻ എന്നതിനിക്ക് ജറാണല്ലോ. വഅദിൻ എന്ന മൗസൂഫിന് ജറായതുകൊണ്ട് മുൻജസിൻ എന്ന സിഫത്തിനും ജറ് തന്നെ. തുഖരിബു എന്നതിനെ അത് അടുപ്പിക്കും എന്നാണ് അർത്ഥം വെച്ചത്. ഖറബ യുഖരിബു തഖരീബൻ. ഖറബ അത് അടുപ്പിച്ചു, യുഖരിബു അത് അടുപ്പിക്കും. ഖറബ യുഖരിബു, ഖറബത് തുഖരിബു. ഖറബത് അത് അടുപ്പിച്ചു, തുഖരിബു അത് അടുപ്പിക്കും. അത് അടുപ്പിക്കും. ഏത് അടുപ്പിക്കും? ഹാദിഹിൽ അൽഫിയത്തു, ഈ അൽഫിയ. തുഖരിബു ഹാദിഹിൽ അൽഫിയത്തു, ഈ അൽഫിയ അടുപ്പിക്കും. അൽ അഖ്സ അകന്ന വിഷയങ്ങളെ, അൽ അഖ്സ ഐ അതായത് അൽ ഹുക്മ വിധിയെ, വിഷയത്തെ, അൽ അബ്അദ ഏറ്റവും അകന്ന, ലിൽ അഫ്ഹാമി ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളെ ഈ അൽഫിയ അടുപ്പിക്കും. ബിലഫ്ലിൻ മൂജസിൻ ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ വാചകം കൊണ്ട്. മൂജസിൻ എന്നതിന് ഒറ്റപ്പദം എന്താണ് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. മൂജസിൻ എന്നതിന് സാര സംഗ്രഹം, സംഗ്രഹം, സംക്ഷേപം എന്നീ ഒറ്റപ്പദങ്ങൾ അർത്ഥമായി പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട ആശയം പൂർണ്ണമായി ഈ അർത്ഥങ്ങളിൽ നിന്ന് ലഭ്യമല്ല. സംഗ്രഹമായ എന്നതിൻ്റെ അർത്ഥങ്ങൾ സംക്ഷിപ്ത വിവരണമായ, ലഘു വിവരണമായ എന്നിവയാണ്. സംക്ഷേപമായ എന്നതിൻ്റെ അർത്ഥങ്ങൾ ചുരുക്കമായ, സാരാംശമായ എന്നിവയാണ്. ഇവിടെ മൂജസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അർത്ഥം ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ എന്നാണ്. അതാണ് ഷറഹില് അശ്ശൈഖു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയത്. വഹുവ അത് അൽ കലാമു വാക്യമാണ്, വാചകമാണ്, അൽ കസീറുൽ മആനി ആശയങ്ങൾ വർദ്ധിച്ച, അൽ കസീറു വർദ്ധിച്ച, അൽ കസീറു എന്നതിന് അധികരിച്ച എന്നർത്ഥം പറയരുത്.
അൽ കസീറു എന്നതിന് വർദ്ധിച്ച എന്ന അർത്ഥം പറയണം. രണ്ടും വ്യത്യാസമുണ്ട്. അധികരിച്ച എന്ന അർത്ഥവും വർദ്ധിച്ച എന്ന അർത്ഥവും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അൽ കസീറു എന്നതിന് അധികരിച്ച എന്ന അർത്ഥമല്ല പറയേണ്ടത്, വർദ്ധിച്ച എന്ന അർത്ഥമാണ് പറയേണ്ടത്. അൽ ഖലീലുൽ അൽഫാലി, പദങ്ങൾ കുറഞ്ഞതുമായ, വഹുവൽ കലാമുൽ കസീറുൽ മആനി അൽ ഖലീലുൽ അൽഫാലി, ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ വാചകമാണ്. ബിലഫ്ലിൻ മൂജസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ആശയം എന്താണ്? ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ വാചകം കൊണ്ട് എന്നാണ്. വതബ്സുതു, അത് വിശാലമാക്കുകയും ചെയ്യും. അതായത് തുവസ്സിഉ, അത് വിശാലമാക്കുകയും ചെയ്യും. ഈ അൽഫിയ വിശാലമാക്കുകയും ചെയ്യും. അൽ ബദ്ല, ദാനത്തെ, നൽകലിനെ. അൽ അത്വാഅ, നൽകലിനെ. അൽ അത്വാഅ, ദാനത്തെ. അത്വാഉൻ എന്നതിന്റെ ജംഉ അഅതിയത്തുൻ എന്നാണ്. അത്വാഉൻ ദാനം, അഅതിയത്തുൻ ദാനങ്ങൾ. അയിൽ അത്വാഅ, അതായത് ദാനത്തെ. അൽ ബദ്ല, ദാനത്തെ. അയിൽ അത്വാഅ, അതായത് ദാനത്തെ. അൽ ബദ്ല എന്നതിന്റെ ആശയം വിശദീകരിക്കാൻ അൽ അത്വാഅ എന്ന പദമാണ് ഉപയോഗിച്ചത്. ബദല യബ്ദുലു ബദ്ലൻ, ബദല അവൻ ഉദാരമായി നൽകി, അവൻ ദാനം ചെയ്തു. യബ്ദുലു അവൻ ഉദാരമായി നൽകും, അവൻ ദാനം ചെയ്യും. ബദ്ലൻ ഉദാരമായി നൽകൽ, ബദ്ലൻ ദാനം ചെയ്യൽ. അൽ ബദ്ല ദാനത്തെ. ബിവഅദിൻ വാഗ്ദാനം കൊണ്ട്, വാഗ്ദത്തം കൊണ്ട്. മുൻജസിൻ നിറവേറ്റപ്പെടുന്ന. അൻജസ യുൻജിസു ഇൻജാസ്, അൻജസ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ്, കർമ്മവാചിയാണ് മുൻജസിൻ എന്നത്. അതായത് മുവഫൻ പൂർത്തിയാക്കപ്പെടുന്ന, പൂർത്തിയാക്കപ്പെടുന്ന വാഗ്ദാനം കൊണ്ട്. ബിസുർഅത്തിൻ വേഗത്തിൽ. സുർഅത്തുൻ വേഗം, ബിസുർഅത്തിൻ വേഗത്തിൽ. ഇവിടെ ശ്രദ്ധിക്കണം, സുർഅത്തുൻ എന്നതിന്റെ അർത്ഥം വേഗം എന്നാണല്ലോ. ബിസുർഅത്തിൻ എന്ന് പറയുമ്പോഴോ ചെറിയൊരു മാറ്റമുണ്ട്. ബിസുർഅത്തിൻ വേഗത്തിൽ. മുവഫൻ ബിസുർഅത്തിൻ വേഗത്തിൽ പൂർത്തിയാക്കപ്പെടുന്ന, വേഗത്തിൽ പൂർത്തിയാക്കപ്പെടുന്ന വാഗ്ദാനം കൊണ്ട്. അവസാനം ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണം. തുഖർരിബുൽ അഖ്സാ ബിലഫ്ളിൻ മൂജസിൻ വതബ്സുതുൽ ബദ്ല ബിവഅദിൻ മുൻജസിൻ. ഈ അൽഫിയ ആശയങ്ങൾ വർദ്ധിച്ചതും പദങ്ങൾ കുറഞ്ഞതുമായ വാചകം കൊണ്ട് കൂടുതൽ അകന്ന വിഷയങ്ങളെ മനസ്സിലേക്കു അടുപ്പിക്കുകയും നിറവേറ്റപ്പെടുന്ന വാഗ്ദാനം കൊണ്ട് ദാനത്തെ വിശാലമാക്കുകയും ചെയ്യും. ഈ അൽഫിയ അറബ് വ്യാകരണ ശാസ്ത്രത്തിലെ ആശയങ്ങളെ അതിവേഗം മനസ്സിലാക്കി തരുകയും ചെയ്യും.
ഓരോ ലഫ്ലിന്റെയും കൃത്യമായ അർത്ഥങ്ങൾ പഠിക്കണം. തർക്കീബ് കൃത്യമായി പഠിക്കണം. ബെയ്ത്തിന്റെ ആശയം തെറ്റാതെ പറയാൻ പഠിക്കണം. നന്നായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.